ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുത്തല. ഇന്നൊരു സൂപ്പർ ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. അത് മയക്കറ കൊണ്ടുള്ളൊരു ബിരിയാണി. മയക്കറ ബിരിയാണി ഫിഷ് ബിരിയാണിയിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. വളരെ രുചികരമായിട്ടുള്ളൊരു ബിരിയാണി അത്. പക്ഷേ അതിൻ്റെ ആ ചേരുവകളൊക്കെ കറക്റ്റാണെങ്കിൽ അതീവ രുചികരമായിട്ടുള്ളൊരു ബിരിയാണിയായി മാറും. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വന്നാലോ? ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കിലോ അയക്കൂരയാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. വലിയ കഷ്ണങ്ങളാണ്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിതൊന്ന് മസാല പുരട്ടി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രൂപത്തിലാക്കിയത് കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. മസാല മിക്സിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അയക്കുറ ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് മസാല പുരട്ടി വയ്ക്കാം. ഒരുപാട് മസാലയുടെ ആവശ്യമില്ല. അപ്പോൾ ഈ മസാല നമുക്ക് എല്ലാ തിന്മേലും വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിലേക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ളത്. എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ അയക്കുറ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 കിലോ സവാള നമ്മുടെ മസാലയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 കിലോ മീനിലേക്ക് 2 കിലോ സവാളയാണ് വേണ്ടത്. പിന്നെ 1 കിലോ സവാള ഞാൻ വേറെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും വേണം കേട്ടോ. തക്കാളി, പച്ചമുളക് കൂടെ വേണം. ഞാൻ തൽക്കാലം അത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 8 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി പാൻ വെച്ചിട്ട് നമുക്കതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിക്കാം. വെളിച്ചെണ്ണ അല്ല കേട്ടോ ഞാൻ ബിരിയാണിയിലേക്ക് എടുത്തിട്ട് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് കുക്കിംഗ് ഓയിൽ തന്നെ വേണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ മേടിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിനോടൊപ്പം ചേർക്കുക. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി എണ്ണ ചൂടായാൽ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചാൽ 1 കിലോ സവാള അരിഞ്ഞ് വെച്ചത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇട്ട് വഴറ്റണം. തുടക്കത്തിൽ നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. പിന്നീട് നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഉള്ളി ഇവിടെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കോരി എടുത്തിട്ടൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം കുറച്ച് കാഷ്നട്ട് നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. മുന്തിരി ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല കേട്ടോ. ഈ കാഷ്നട്ട് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്രൈ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് കരിയാതെ കിട്ടും. ആവശ്യത്തിന് ഇളക്കിയതിന് ശേഷം മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പൊക്കിയെടുത്താൽ മതി. അതും ഇതോടൊപ്പം തന്നെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 10 പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. പേസ്റ്റ് രൂപം ആവേണ്ട, ചെറുതായിട്ടൊന്നും ഇങ്ങനെ തരിതരിപ്പായിട്ടാണ് നമുക്കിത് ആവശ്യം. അപ്പോൾ അത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം. അത് ഞാനിതവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. ഇതവിടേക്ക് മാറ്റി വയ്ക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് ഇൻഡാലിയത്തിൻ്റെ ഒരു വലിയ പാൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൻ്റെ ബാക്കി ഒന്ന് അരിച്ചൊഴിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ഒഴിച്ചാൽ മതി. ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഇതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായി, പിന്നെ 2 ബേ ലീഫ് ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് 1 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഉള്ളി 2 കിലോ ഉള്ളി 2 കിലോ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അതുവരേക്കും നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. എങ്കിലും ഒരു 10-15 മിനിറ്റ് വഴറ്റിയാലാണ് ഇതൊന്ന് വാടിയിട്ട് ഇതേ രീതിയിലാവുക കേട്ടോ. ഏകദേശം
വാടി വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച് വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇതിനോടൊപ്പം തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. എന്തായാലും ഉള്ളി ഇതെല്ലാം വഴറ്റി വരുമ്പോഴേക്കും ഒരു 15-20 മിനിറ്റോളം വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതുമാതിരിയാണ് ഉള്ളി വരുന്നതെങ്കിലും ഇത്രയും ആവാൻ വേണ്ടിയിട്ടൊരു 15-20 മിനിറ്റോളം വരും. ഏകദേശം നമ്മുടെ ഉള്ളിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ട തക്കാളി, 8 തക്കാളിയാണിത്, ആ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇത് നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് ചേരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് വേണമെങ്കിൽ നമുക്ക് മസാലയുടെ അളവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർക്കുക. പിന്നെ ഗരം മസാല ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. മസാലയുടെ പച്ചമണം എല്ലാം ഒന്ന് പോകുന്നത് വരെ വഴറ്റേണ്ടി വരും. അപ്പോഴേക്കും നമ്മുടെ തക്കാളി എല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞു വരും. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈരാണ്. ഞാനൊരു കപ്പ് തൈര് ഇവിടെ ഒഴിക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് വേണം, ഒരുപാട് പുളിയുള്ള തൈര് ഒഴിക്കരുത്. വീണ്ടും നമുക്ക് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നേരം ഈ തൈരും മസാലയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായിട്ട് ഞാനൊരു 15 കാഷ്യൂനട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇത് നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഫിഷ് ബിരിയാണിയിലേക്ക് ഇട്ടോ. എല്ലാ ബിരിയാണിയിലേക്കും കൊടുക്കാം, പക്ഷേ ഫിഷ് ബിരിയാണിക്ക് ഇതൊരു പ്രത്യേക ഫ്ലേവറാണ്. 15 കാഷ്യൂനട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലിടയ്ക്ക് ഞാനിവിടെ നമ്മുടെ അയക്കൂറ ഇവിടെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇനി മസാലയിലേക്ക് അയക്കൂറ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാഷ്യൂനട്ട് അരച്ചതിൻ്റെ ബാക്കിയുള്ള ചേരുവ കൂടി സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. മസാല കുറച്ചൊരു ലൂസായിട്ട് നിൽക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില പുതിന ഇല രണ്ടും ഒരേ അളവിലിട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ മസാല റെഡിയായി എന്ന് പറയാം. ഒന്നിളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി നമ്മുടെ അയക്കുറ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഉണ്ടോ? അയക്കുറ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ചെറുതായിട്ട് മിക്സ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അയക്കുറയെല്ലാം ഉടഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ നമുക്ക് ദം മസാലയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അതിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ചോറിന് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് പുതിന ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കൂടുതൽ ഇടണം കേട്ടോ. എപ്പോഴും നമ്മൾ വെള്ളം നോക്കുമ്പോൾ ഉപ്പ് സ്വല്പം മുന്നിട്ട് നിന്നാലാണ് കറക്റ്റായിട്ട് ഇതിലേക്ക് ഉപ്പ് കിട്ടുക. വെള്ളം തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നു. 1.5 കിലോ അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കൈമ അരിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 1.5 കിലോ കൈമ അരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതൊരു ഹാഫ് വേവായപ്പോൾ ഞാനിത് ഊറ്റിയെടുത്തു. അടുത്തായിട്ട് നമ്മൾ ദമ്മ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു വലിയ പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ലെയർ ചോറിടുക. അധികം വേണ്ട, കുറച്ച് ചോറ് അതിൻ്റെ അടിയിലിടുക. അതിനുശേഷം നമ്മുടെ മസാല, മീൻ മസാല ഒരു പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. നല്ല അതിൻ്റെ മസാലയുടെ കളറൊക്കെ കൂടി കണ്ടാൽ നിങ്ങൾക്കറിയാം ഈ ബിരിയാണി എത്രത്തോളം രുചികരമായിരിക്കും എന്നുള്ളത്. ഇനി കുറച്ചുകൂടെ ചോറ് ഇതിൻ്റെ മേലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മസാലയുടെ മേലെ വളരെ കുറച്ച് ചോറിട്ട് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് നെയ്യ് ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് എല്ലാ ഭാഗത്തും ആയി ഒഴിച്ചാൽ മതി. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇല്ല, അണ്ടിപ്പരിപ്പും നമ്മുടെ ഉള്ളിയും സവാളയും ഫ്രൈ ചെയ്ത് ഇതിൻ്റെ മേലെ ഇതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഇട്ട് കൊടുക്കുക.
പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇതിൻ്റെ മേലെ കുറച്ച് വിതറി കൊടുക്കുക. ഇത്രയേ ബാക്കിയുള്ള ചോറ് കൂടെ നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇടേണ്ടതുണ്ട്. അതൊന്ന് പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെയാണ് ബാക്കിയുള്ള മസാല വരിക. പിന്നീട് അതിൻ്റെ മേലെ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ മസാല കൂടി നമ്മൾ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നു. അത്യാവശ്യം ഒരു 10 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടായിരിക്കട്ടത്. നല്ല മസാലയാണ്. ഇനി ബാക്കിയുള്ള ചോറ് കൂടി ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി വീണ്ടും ഇതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം നമ്മൾക്ക് ഇതിൻ്റെ മേലെ വിതറാം. മുന്തിരിയല്ല, ഇപ്പോഴും മുന്തിരിയാണ് ഓർമ്മ വരുന്നത്. അണ്ടിപ്പരിപ്പും നമ്മുടെ സവോള ഫ്രൈ ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള മല്ലിയില, പുതിനയില ഇത്രയും ചേർത്തിട്ട് നമുക്ക് കുറച്ച് എസൻസ് കൂടി സ്പ്രേ ചെയ്യാനുണ്ട്. അപ്പോൾ എസൻസ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പൈനാപ്പിൾ എസൻസാണ്. എപ്പോഴും പൈനാപ്പിൾ എസൻസാണ് നമ്മുടെ ബിരിയാണിയിലേക്ക് ഏറ്റവും നല്ല മണം തരുന്നത്. കുറച്ച് നെയ്യ് ഞാൻ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ചേരുവകളും ഇതിൻ്റെ മേലെ ഇട്ടു. ഇനി എസൻസ് ഞാൻ സ്വല്പം 1 ടീസ്പൂൺ മതിയായിരിക്കും. 1 ടീസ്പൂൺ അളവിൽ ഞാൻ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഇതിലേക്ക് നമുക്ക് സ്പ്രേ ചെയ്യാം. ഇത്രയും മതി. നമുക്ക് ഒരുപാടൊന്നും ഒഴിച്ചിട്ട് അതിൻ്റെ മണം കൂട്ടേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല മണം ഉണ്ടായിരിക്കും ഇത്. ഇനി നമുക്കിത് ദമ്മ് ചെയ്യാൻ വയ്ക്കാം. ഫോയിലിൽ പൊതിഞ്ഞ് ഇതിൻ്റെ മേലെ കണലൊക്കെ ഇട്ട് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ വെച്ചോളൂ. ഏറില്ല കേട്ടോ. എത്ര ദമ്മ് ചെയ്തോ അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂറോളം ഞാനിവിടെ ദമ്മിൽ വെച്ചിട്ടുണ്ട്. ബിരിയാണി ഇവിടെ പൊട്ടിക്കുന്നു. ഇനി നമുക്ക് ബിരിയാണി വിളമ്പി കഴിച്ചു നോക്കാം. അപ്പോൾ സൂപ്പർ ബിരിയാണിയാണിത്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ അറിയാം. കുറച്ച് ചോറ് ഇവിടെ മാറ്റി വയ്ക്കുന്നത് ഞങ്ങളുടെ വീട്ടിലൊരു സ്കൂബി ഉണ്ട്, പട്ടിക്കുട്ടി. അപ്പോൾ അവൾക്ക് നെയ്യല്ല മസാലകളൊന്നും ഇല്ലാതെ കുറച്ച് ചോറ് ഞങ്ങളവിടെ നിന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അടിയിൽ നിന്ന് മസാലകളോടുകൂടി മീനും എല്ലാം ചേർത്തിട്ട് നമുക്കിതിലേക്ക് വിളമ്പിയെടുക്കാം. അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യാൻ മറക്കരുത്. മനോഹരമായിട്ടുള്ളൊരു ഫിഷ് ബിരിയാണിയാണിത്. അപ്പോൾ അയക്കുറ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്തവർ ഇത് തീർച്ചയായിട്ടും കണ്ടിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുക. അയക്കുറ മാത്രമല്ല, ഇതേ രീതിയിൽ നമുക്ക് വറ്റ മീൻ കൊണ്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കാം, ചെമ്മീൻ കൊണ്ടുണ്ടാക്കാം. പക്ഷേ ഏറ്റവും രുചികരമായിട്ടുള്ളത് നമ്മുടെ അയക്കുറയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി നിങ്ങൾക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം രുചികരമായിരിക്കും എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ ശ്രമിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.